തമിഴ്നാട്ടിൽ DMK തുടർ ഭരണം പ്രവചിച്ച് സർവേ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ലോയോള കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് സ്ട്രാറ്റജീസ് നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. തുടർ ഭരണം പ്രവചിക്കുന്നത് ആശ്വാസം ആണ് എങ്കിൽ പോലും ഭാവിയിലെ വലിയ ഭീഷണിയായി വിജയ് കുതിച്ചുയരുമെന്ന സർവേയിലെ കണ്ടെത്തലുകൾ DMKയെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്താണ് ഈ സർവേയിലെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. DMK തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നതാണ് സർവേയിൽ പറയുന്നത്. MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയാകും എന്ന് സൂചിപ്പിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ അർഹതയുള്ള രണ്ടാമത്തെ നേതാവായി വിജയ് ഉയർന്നു വരുന്നു എന്നതാണ് ഈ സർവേയുടെ ഏറ്റവും വലിയ സവിശേഷത. TVK നേതാവും നടനുമായ വിജയ് തെരഞ്ഞെടുപ്പിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. IPDS തന്നെ നടത്തിയ മറ്റൊരു സർവേ ഉണ്ടായിരുന്നു, ആദ്യ സർവേ. അതിൽ രണ്ടാം സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവും അണ്ണാ DMK ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി പളനിസ്വാമി എത്തും എന്നതായിരുന്നു കണ്ടെത്തിയിരുന്നത്. എന്നാൽ പുതിയ സർവേയിലെത്തുമ്പോൾ എടപ്പാടി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. DMK MP കനിമൊഴി നാലാം സ്ഥാനത്തും ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ അഞ്ചാം സ്ഥാനത്തും എത്തിയിരിക്കുന്നു എന്നതാണ് സാഹചര്യം. TVK തമിഴകം വാഴുമോ എന്നതാണ് ഈ സർവേയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അത്തരം റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. TVKയുടെ വരവോടെ രാഷ്ട്രീയ രംഗത്ത് പ്രകടമായ മാറ്റമുണ്ടായി എന്നതാണ് ഈ IPDS സർവേയിൽ പറയുന്നത്. പുതിയ വോട്ടർമാരെ ആകർഷിക്കുന്ന യുവ നേതാക്കളുടെ വിഭാഗത്തിൽ വിജയിയാണ് ഒന്നാമത്. ആദ്യ സർവേയിലും വിജയ് തന്നെയായിരുന്നു ഈ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത്. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ രണ്ടാം സ്ഥാനത്തും ഉദയനിധി സ്റ്റാലിൻ ഈ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനത്തും ആണ്. NDK നേതാവ് സീമാൻ നാലാം സ്ഥാനത്തുമാണ്. TVKയുടെ വരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് DMK ആണ് എന്ന് ഈ സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെടുന്നുണ്ട്. വടുതലെ ചിരുതൈ നഗർ കക്ഷി അണ്ണാ DMK എന്നീ പാർട്ടികളെയും വിജയുടെ വരവ് ബാധിക്കും എന്നതാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ഈ സർവേ ഫലത്തിന്റെ ആധികാരിക സംബന്ധിച്ച് നോക്കിയാൽ 234 നിയമസഭാ മണ്ഡലങ്ങളിലും നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് IPDS ഈ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. 81,375 പേർ ഈ സർവേയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇതിൽ 54.8% നഗരങ്ങളിൽ നിന്നും 41.3% ഗ്രാമങ്ങളിൽ നിന്നും ഉള്ളവരാണ് പങ്കെടുത്തിരിക്കുന്നത്. IPDS 2025 ജൂണിൽ നടത്തിയ സർവേയിലും DMKയുടെ തുടർ ഭരണം ഉണ്ടാകും എന്ന് പ്രവചിച്ചിരുന്നു. എന്നാൽ രണ്ടാം സ്ഥാനത്ത് AIADMKയും TVK 12 മുതൽ 18% വരെ വോട്ട് നേടും എന്നതുമായിരുന്നു പ്രവചനം. ഇവിടെ നിന്നാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ അർഹതയുള്ള രണ്ടാമത്തെ നേതാവായി വിജയ് ഉയരുമെന്ന തരത്തിലേക്ക് ഈ സർവേ ഫലം മാറിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഇത്തവണ തമിഴ്നാട്ടിൽ എന്തായാലും കടുത്ത മത്സരം എന്നത് ഉറപ്പാണ്. ഭരണ തുടർച്ചയ്ക്ക് DMKയും കരുത്ത് കാട്ടാൻ TVKയും ശ്രമിക്കുമ്പോൾ തമിഴ്നാട്ടിൽ BJPയും ശക്തി കാട്ടാൻ എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മത്സരം തീപാറും. തമിഴ്നാട്ടിൽ ഈ വർഷം ഏപ്രിലിൽ NDA സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് അവിടെ സന്ദർശനം നടത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവകാശപ്പെട്ടത്. മകൻ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രവർത്തിക്കുന്നത് എന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തുന്നു. ആദ്യം കരുണാനിധി, പിന്നെ സ്റ്റാലിൻ, അതിനുശേഷം ഉദയനിധി, ഇവരെ അങ്ങനെ മുഖ്യമന്ത്രിയാക്കുക എന്ന സ്വപ്നം നടക്കാൻ പോകുന്നില്ല എന്നതാണ് അമിത്ഷാ പറഞ്ഞത്. തമിഴ്നാട്ടിലെ കുടുംബവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കാൻ സമയമായി എന്ന സന്ദേശമാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത്. അതായത് ദേശീയ തലത്തിൽ കോൺഗ്രസിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ ആണ് BJP എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലും ഈ കുടുംബവാഴ്ചയ്ക്കെതിരെയാണ് BJP അവരുടെ പ്രചരണം കേന്ദ്രീകരിക്കുന്നത്. ആ രീതിയിൽ അമിത്ഷാ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. ഒരേ സമയം TVK, BJP, AIADMK എല്ലാവരെയും നേരിടേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ DMK ഉള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ കോൺഗ്രസും TVKയും കൈകൊടുക്കുമെന്ന ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അത് ഒഴിഞ്ഞു എന്നത് DMKയ്ക്ക് സംബന്ധിച്ച് ആശ്വാസമുള്ളതാണ്. തമിഴ്നാട്ടിൽ ഇപ്പോഴും തങ്ങൾ DMKയുടെ സഖ്യകക്ഷിയാണ് എന്ന്
കോൺഗ്രസ് വ്യക്തമാക്കിയതോടുകൂടിയാണ് ആ അഭ്യൂഹം തൽക്കാലത്തേക്കെങ്കിലും ഒഴിവായിരിക്കുന്നത്. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് ഇരു പാർട്ടികളും എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ഇതോടെ കോൺഗ്രസ് വിജയുടെ തമിഴക വെട്രികഴകവുമായി കൈകോർക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രചാരണത്തിന് അവസാനമായി. കോൺഗ്രസും DMK-യും തമ്മിൽ ദീർഘകാലമായുള്ള വിശ്വസ്തമായ ബന്ധമാണ് നിലവിലുള്ളതെന്നും ആ ബന്ധത്തിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നും തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്ന ഗിരീഷ് ചോഡാൻകർ വ്യക്തമാക്കിയതോടുകൂടിയാണ് ആ ആശങ്ക ഒഴിഞ്ഞത്. നമുക്കറിയാം, വിജയെ സംബന്ധിച്ച് ഈ സർവേ ഫലം നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സെപ്റ്റംബർ മാസത്തിൽ 27-ാം തീയതിയാണ് 41 പേർ കൊല്ലപ്പെട്ട കരൂർ ദുരന്തം സംഭവിക്കുന്നത്. അന്ന് ആ ദുരന്തം സംഭവിക്കുമ്പോൾ അവിടെ നിന്ന്, ആ ദുരന്ത മുഖത്ത് നിന്ന് സ്വന്തം ജീവൻ രക്ഷിച്ചുകൊണ്ട് ഒളിച്ചോടുന്ന ഒരു വിജയിയാണ് നമ്മൾ കണ്ടത്. വിജയ്ക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു. വിജയുടെ ആരാധകർ പോലും വിജയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അവിടെ ഉയർന്ന ചോദ്യം, വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിന് അത് അന്ത്യം കുറിക്കുമോ എന്ന തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അത്തരം സംശയങ്ങൾ ഉയർന്നിരുന്നു. വിജയ് ആ സമയത്ത് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്തതെല്ലാം പാളിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന വിജയെയാണ് നമ്മൾ പിന്നീട് കണ്ടത്. പിന്നീട് ആ കുതിപ്പ് തുടരുന്നു എന്നതിന്റെ സൂചനകളാണ് ഏറ്റവും ഒടുവിൽ ഈ സർവേ ഫലങ്ങൾ കൂടി നൽകുന്നത്. കോൺഗ്രസും BJP-യും അവിടെ ക്ലച്ച് പിടിക്കാൻ പാടുപെടുമ്പോഴാണ് വിജയുടെ മുന്നണി സഖ്യസാധ്യതകൾ കൂടി ആ രീതിയിൽ തേടുകയാണെങ്കിൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾ തമിഴ്നാട്ടിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതിന്റെ സൂചനകൾ പോലുമാണ് അവിടെ തെളിയുന്നത്. വിജയ് ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലായിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ചിരുന്നു. കോൺഗ്രസ് സഖ്യ സാധ്യതകൾ തേടിയിരുന്നു എന്ന വിവരങ്ങൾ വന്നിരുന്നു. BJP-യും ആ രീതിയിലുള്ള സഖ്യ സാധ്യതകൾ തേടിയിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള തീരുമാനമാണ് വിജയ് എടുത്തത്. ആ രീതിയിൽ ഒറ്റയ്ക്ക് തന്നെ വിജയ് രംഗപ്രവേശം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ ആ തീരുമാനത്തിൽ, ആ നീക്കത്തിൽ വിജയിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സഖ്യസാധ്യതകൾ കൂടി തേടുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും സാഹചര്യങ്ങളും ഇനിയും ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. തിളക്കമുള്ള സിനിമാ ലോകത്ത് നിന്ന് പടിയിറങ്ങിയ ദളപതി തമിഴ്നാട് ഭരിക്കുന്ന കാലം അതിവിദൂരമല്ല എന്നതിന്റെ സൂചനകളാണ് അവിടെ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്.